Hallelujah. Praise the Lord. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും യുഗപ്രഭാവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വിനയപുരസ്സരം ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. ഞങ്ങൾക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും എൻ്റെ സഹകാരികളും സുപരിചിതരാണ്. നല്ല പരിചയം നമ്മൾ തമ്മിലുണ്ട്. ഇതിന്റെ മുൻപിൽ പല പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ കടന്നു വന്ന് നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണാദികൾ, ചായയും സൽക്കാരവും ഒക്കെ നൽകി പലരും ഞങ്ങളെ സഹായിച്ചു പരിപാലിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞങ്ങൾ അഗൈതവമായ നന്ദി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നേർന്നുകൊള്ളുകയാണ്. ഇവിടെ 2 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടുവല്ലോ. അതിന്റെ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. ക്ഷണഭംഗുരമായൊരു ജീവിതം, ഇത് വേഗം തീരുകയും നാം ഇവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യും. കർത്താവിന്റെ ദാസൻ ബഹുമാന്യനായ ഡോക്ടർ ഒരു പാട്ടുപാടി കുമാരനാശാരന്റെ കവിതാ ശകലങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത വരികൾ ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം ബൈബിളിലുണ്ട്. കുമാരനാശാൻ ആ ഭാഗം ഒരിക്കൽ വായിച്ചതിന് ശേഷം എഴുതിയ വീണപൂവ് എന്നുള്ള കവിതയിൽ നിന്നാണ് അദ്ദേഹം അത് ചൊല്ലിക്കേൾപ്പിച്ചത്. പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രജ്ഞി കണക്കേറി. അതൊക്കെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് ഒരു പുഷ്പം അങ്ങനെ വിടർന്ന് വിലസുകയാണ്. ഞണ്ടും പൂമ്പാറ്റയും വണ്ടുകളുമെല്ലാം വന്ന് പൂ കണ്ടും തേൻ നുകർന്നും അങ്ങനെ രസിച്ച് ഇരിക്കുന്ന ഈ കാഴ്ച കണ്ടപ്പോൾ മനുഷ്യ ജീവിതത്തോട് ഇതിനെ തുലനം ചെയ്ത ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് കുമാരനാശാന് തോന്നി. അദ്ദേഹം തൂലിക എടുത്തു. അതിലൊരു വാക്ക് ഞാൻ ഓർക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ, വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ മുൻപുഴറിയോടിയ ഭീരുവാട്ടെ നേരെ വിലസി വികസിച്ചിടുന്ന നിന്നെ നോക്കിയാരാകിലെന്തുമിഴിയുള്ളവർ നിന്നിരിക്കാം. പണ്ട് പഠിച്ച കവിതയാണ്. വൈരാഗ്യമേറിയ ഒരു വൈദികൻ. ഞങ്ങൾ വൈദികരാണ്. സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വളരെ വൈരാഗ്യത്തോടും സന്തോഷത്തോടും ശേഷിയില്ലെങ്കിലും ശേഷിയോടും ശേഷിയോടും നിന്നുകൊണ്ട് യേശുവിന്റെ വചനങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരട്ടി ജീവനാണ് പ്രിയരെ. അതുകൊണ്ടാണ് വൈരാഗ്യമേറിയ ഒരു വൈദികനെന്ന് മഹാകവി ഞങ്ങളെ വിശേഷിപ്പിച്ചത്. പിന്നെ ഒരു ധൈര്യമായ കാര്യം, മുൻപുഴറിയോടിയ ഭീരുവാകട്ടെ. പേടിത്തൊണ്ടന്മാർ ഒരുപാടുണ്ടല്ലോ ഇന്ന് നമ്മുടെ ലോകത്തിൽ. ഒരുപാട് പേടിത്തൊണ്ടന്മാരുണ്ട്, എതിരൊന്നെങ്കിലുമുണ്ട്. ശത്രു അവരെ പിന്തുടരുന്നു. പക്ഷേ അവരുടെ മനോനില അപ്പോൾ ഏതു വിധത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. എന്നാൽ എന്തും വരട്ടെ, എന്ത് സംഭവിച്ചാലും ഇതൊരു നോക്കൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് കുറച്ചു നേരം ആ പുഷ്പത്തെ ഒന്ന് നോക്കും. മനുഷ്യ ജീവിതം എന്തു മനോഹരമായി ആശാൻ, കുമാരനാശാൻ ചിത്രീകരിച്ചിരിക്കുന്നു പ്രിയരെ. ശരിയല്ലേ? ഇവർ രണ്ടുപേരും പ്രസംഗിച്ചപ്പോൾ നമ്മളുടെ ക്ഷണഭംഗുരത ഈ ഭൂമിയിലെ ജീവിതത്തിൽ വളരെ തുലവും വർഷങ്ങൾ. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. ഞാനപ്പോൾ പുറകോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു ജീസസിനെ കണ്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു യേശു ലോകത്തിന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ പീറ്റേഴ്സ് ചാപ്പലിൽ അതിരിപ്പുണ്ട്. അതിനെക്കുറിച്ച് ലോകമെങ്കും ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ നാളുകളിൽ ബോബി ചെമ്മണ്ണൂരും പിന്നെ ഒരു റോസും കൂടി യുവഹൃദയങ്ങളെല്ലാം പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ മൊബൈൽ എടുത്താലും ബോബി ചെമ്മണ്ണൂർ,
മറ്റേ ആളുടെ പേരെന്താണ്? ഒരു റോസ്, ഹണി റോസ്. ദൈവമേ, യുവാക്കന്മാരുടെ ഹൃദയമിട്ട് പന്താടുന്ന രംഗങ്ങൾ കണ്ടിട്ട് ഈ മൊബൈൽ ഫോൺ, ദൈവം തമ്പുരാനെ ഇതില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോകുന്നു. പക്ഷെ നടക്കുമോ? ഈ ശീതളിപ്പും സന്തോഷവും പ്രകടിതമായിരിക്കുന്ന ഇതൊക്കെ കണ്ടിട്ട് ദൈവമേ, ഞങ്ങളിങ്ങനെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ലേ, വേഗം പോണമെന്ന് ഈ പ്രസംഗികന്മാർ ഇവിടെ ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. ശൈശവം തതോ ബാല്യം, കൗമാരം താരുണ്യവും, നാശമൂലകമായ വാർദ്ധക്യം. നമ്മളൊക്കെ എന്ത് ഷൈൻ ചെയ്തിരുന്നവരാണല്ലേ? നിങ്ങൾ ഷൈൻ ചെയ്ത് കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഞങ്ങളൊക്കെ ഒത്തിരി ഷൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? കുമാരനാശാൻ പറഞ്ഞതുപോലെ ആ കാലഘട്ടമൊക്കെ മാറി. നമ്മളിപ്പോൾ നമ്മുടെ നിത്യ വീടിനോട്, നിത്യ രാജ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ടായി. ഞങ്ങൾ ചെന്നു ചേരാനുള്ള ആ രാജ്യത്തെ കുറിച്ചൊരു വെളിപ്പാട് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് തന്നു. അവിടെ ചെന്നു ചേരണം. ഞാൻ അതിനുള്ള ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്കും ധാരാളം സമയം എടുത്തു വേണം സംസാരിച്ച് നിങ്ങളെ തെളിയിച്ച് പഠിപ്പിക്കണ്ടേ. മനുഷ്യൻ ഇതൊന്നും കേട്ടു നിൽക്കാൻ താല്പര്യമുള്ളവനല്ല. ഹണി റോസിനെ കാണുവാൻ പോകുമ്പോ അതോ എന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ നിൽക്കുമോ? ഒരിക്കലും ഇല്ല. ഹണി റോസ്, ഓ പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ അനുഗ്രഹീതമായിരിക്കുന്ന ശരീര സമ്പുഷ്ടിയോടുകൂടി നിർമ്മിച്ചു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവനോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു പോവുകയാണ്. പ്രിയരെ, നമുക്ക് ഈ സൂത്രം കൊണ്ട് അങ്ങ് അധിക നാൾ മുന്നോട്ട് പോകാൻ ഒക്കെയില്ല. ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഈ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ടെക്നിക്, ആധുനിക ടെക്നോളജിയാണ്. ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുന്നു. 10-20 വർഷത്തിന് മുമ്പ് ഞാൻ ഇതുപോലെ പ്രസംഗിക്കാൻ പോകുന്നു. അന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എന്റെ കയ്യിലൊരു മൈക്കുണ്ട്. അതിന് കുറെ നീളത്തിലെ ചരടും അത് നോക്കാനായിട്ട് കാശ് കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുവരണം. എന്നാലേ എനിക്ക് നിങ്ങളെ കേൾക്ക 10 വാക്ക് പറയാൻ ഒക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് അതൊന്നും വേണ്ടെന്ന്. ഞാൻ അമേരിക്കയിലേക്ക് എന്റെ മോളുമായി മണിക്കൂർ കണക്കിൽ സംസാരിക്കും. നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അല്ലേ? ചെവിയും തലേ കേൾക്കാനൊക്കെ. കാരണം എന്താ? അമേരിക്കയിൽ നിന്ന് വരുന്ന ശബ്ദമായതുകൊണ്ട് നമ്മള് കേട്ട് 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 ഇരുന്ന് കൊടുത്ത് ഇപ്പൊ ചെവിക്ക് വേദനയാണ്. ലോകം അന്ന് അവന്റെ ചിന്താശക്തി ക്രമാതീതമായി വർദ്ധിച്ചു. ലോകം സംസ്കാരത്തിന്റെ പരമകാഷ്ഠയിലെത്തി. അവന്റെ ബുദ്ധിശക്തി അതിശീഘ്രം ഗമിച്ച് അപാരമായ വിജ്ഞാന വാരിധിയെ മറികടന്ന് മറുകരയിലെത്തി നിൽക്കുന്നു. ലോകത്തെവിടെ എപ്പോൾ സംഭവിച്ചാലും അത് നമ്മുടെ കണ്ണിന് മുന്നിൽ വരികയാണ്. പ്രിയരെ, ട്രംപിന്റെ പ്രസംഗം ഞാൻ ചെവി കുളുക്കി കേട്ടു. എനിക്കൊരു സന്തോഷം. അതായത് ഫ്രാങ്ക്ലിൻ ബില്ലി ഗ്രഹാം, പഴയ ബില്ലി ഗ്രഹാമിന്റെ മകനാണ് ആ രംഗത്ത് വന്നൊന്ന് പ്രാർത്ഥിച്ച് ആ ചടങ്ങ് ഏതോ ഒരു ദൈവഹിതം പോലെ അനുഭവവേദ്യമാക്കി തീർത്തത് എന്ന് കാണുവാൻ സാധിക്കും. എന്ത് സുന്ദരമായിരുന്ന പ്രസംഗം. ലോകത്തിന് ഒരുപാട് പ്രത്യാശയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഈ ഭാഗതകളൊക്കെയും എത്ര നാൾ അനുഭവിപ്പാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ആരോഗ്യവും ശേഷിയും ശേമുഷിയും ഇല്ല എങ്കിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നല്ലതാം യൗവന ശോഭ നിലച്ചുടൻ വല്ലാത്ത വാർദ്ധക്യമേന്തുകിൽ ദുർഘടം ബാല്യകാലത്തിലെ നിൻ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുകൻ പ്രിയനെ. 30-2 യുവാവിനു മുത്തിനോടൊത്ത ബന്ധം 40 വയസ്സിൽ കൊഴിഞ്ഞതു മിക്കതും തീർന്നു പോകും. ഡോക്ടർ ഭരിച്ചതും പട്ടതും നീക്കിയാൽ ശിഷ്ടമേതാനും ഉണ്ടൊട്ടും ഫലം വരാ. പ്രിയപ്പെട്ടവരെ, ക്ഷണഭങ്കുരമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് കുമാരനാശാനല്ല,
ലോകത്തിലെ എല്ലാ മഹാരഥന്മാരും വിശുദ്ധ ബൈബിളും എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മെ ദൈനംദിനം ഓർപ്പിക്കുന്നു നാം മനസ്സിലാക്കണം. ഈ ലോക ജീവിതം അതൊന്നുകൊണ്ട് മാത്രം മനുഷ്യന്റെ അവസാനം ഉണ്ടാകുന്നില്ല, അവൻ മരിക്കുന്നില്ല. അതിനെയൊക്കെ വിശദീഭവിപ്പിച്ച് പറയാൻ ഞങ്ങൾക്കൊട്ടും സമയമില്ല പ്രിയരെ. മനുഷ്യനിപ്പോൾ ആയിരിക്കുന്ന ഈ കെടുതികളുണ്ടല്ലോ, ഒരു രോഗം വന്നാൽ മതി പണി തീർന്നു. എന്തെല്ലാം സൈസ് രോഗങ്ങളാണല്ലേ പ്രിയരെ. ഹോസ്പിറ്റലുകളെല്ലാം ദൈനംദിനം കെട്ടിപ്പൊക്കപ്പെടുകയാണ്. അതിനകത്തോട്ട് കൊണ്ടുപോകുന്നത്, ഇറക്കിക്കൊണ്ടുവരുന്നതും പരാതിയുടെ മുഖത്ത് ഇന്ന് ജനം വീർപ്പുമുട്ടുകയാണ്. ചങ്കില്ല, ചിലർക്ക് കരളില്ല, ചിലരുടെ കിഡ്നി അടിച്ചു മാറ്റി, പത്രങ്ങളിലെ കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയ ആളുടെ കിഡ്നി അടിച്ചു മാറ്റിയെന്നോ ഡോക്ടർ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്റെ പൊന്നു കർത്താവേ, എന്തൊരു കാലമാണത്. ഇതൊക്കെ ഓർക്കുമ്പോൾ എത്രയും വേഗം സ്ഥലം വിട്ടു പോകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു പോകും. അല്ല, കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മൾ അന്നും തരണം ഒന്നും കാണുന്നില്ല, ആരെങ്കിലും ഒക്കെ അടിച്ചുകൊണ്ട് പോകുമെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഓർത്താൽ മതി. അതിന്റെ കൂടെ ഒരു മെർമെയ്ഡ് കണ്ടോ? ഇന്ന് യുവാക്കളുടെ ഹൃദയത്തെ കണ്ടാൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ AI ജീസസ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജീസസ് ക്രൈസ്റ്റ്. മനുഷ്യനും ദൈവമായിട്ട് തൊട്ടടുത്ത് ആയിത്തീർന്നിരിക്കുകയാണ്. അവന്റെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യ ദൈവം തന്നെ അത്ഭുതപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു പോകും. പണ്ടൊരിക്കൽ മനുഷ്യരുണ്ടല്ലോ ഒരത്ഭുത നിർമ്മാണം നടത്തി. എന്റെ മുൻപിൽ ഫ്ലൈ ഓവർ കാണുന്നുണ്ട്. സങ്കല്പിക്കാൻ പോലും ഒരു 20 വർഷത്തിന് മുൻപ് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, സാധിക്കയില്ല. ഇതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിമ്രോദ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറെ ശേഷിയും കേൾപ്പും ആരോഗ്യവുമുള്ള കുറെ യൗവനക്കാരെ കൂട്ടിവരുത്തി. മത്തജനം വന്നു തകർക്കുവാൻ ഉദ്യമിച്ചാലും ഫലിക്കാതെ ഇരിക്കണം. മതയാന വന്ന് നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഈ ഭിത്തി ഇറക്കിക്കളയാൻ ശ്രമിച്ചാൽ ഫലിക്കാത്ത വിധത്തിൽ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. വലിയൊരു ഗോപുരം ഭൂമിയിൽ പണി തുടങ്ങിയതിന്റെ സ്ഥലമൊക്കെ ഇപ്പോഴും ഉണ്ട്. ബാബിലോണിൽ ചെന്നാൽ കാണാം. പക്ഷെ അത് പണിത് പൊക്കി വന്നപ്പോൾ ദൈവത്തിന് ഭയം തോന്നി. ദൈവത്തിന് ഭയമില്ല എങ്കിലും ഞാൻ മനുഷ്യരായ നമ്മളുടെ ഭാഷയിൽ അങ്ങ് പറയുകയാണ്. കാരണം ദൈവം പറഞ്ഞു, എടാ മനുഷ്യൻ ഇങ്ങോട്ട് വരികയാണ്, പൊക്കി സ്വർഗത്തിൽ അവരെത്തിക്കും. അതിനു മുൻപ് ഇത് പരാജയപ്പെടുത്തണമെന്ന് ദൈവത്തിന് തോന്നിയെങ്കിൽ മനുഷ്യൻ ഇനിയും പല പദ്ധതികളും ഈ ഭൂമിയിൽ കെട്ടിപ്പൊക്കും. അതിപ്പോൾ ജീസസിൽ വന്ന് നിൽക്കുകയാണ്. അനധിവിദൂര ഭാവിയിൽ മനുഷ്യ മനസ്സുകളെയെല്ലാം പിശാച് നിയന്ത്രിക്കുമെന്ന് ബൈബിൾ. പാപത്തിന്മേൽ പാപം കുന്നുകൂടാൻ പോകുകയാണ്. ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പാപം എന്താണെന്ന് പറഞ്ഞ് അതിനൊരു നിവാരണവും കൂടെ നിങ്ങളുടെ മുൻപിൽ വെച്ച് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങളെന്നെ ശ്രദ്ധയോടെ കേൾക്കണമേ. എന്താണ് പാപം പ്രിയരെ? പാപം ചെയ്യരുത്, അതിന് പരിഹാരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ഓടി നടന്ന് പ്രസംഗിക്കുകയാണ്. ഞങ്ങളും പ്രസംഗിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ആദ്യമേ ഞാൻ നിങ്ങളോട് പറയുന്നത്, വാട്ട് ഈസ് സിൻ? എന്താണ് പാപം? നിന്റെ പാപം ക്ഷമിക്കും, നീ മാനസാന്തരപ്പെടണം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ ഉളവായി എന്നൊക്കെ നീ പറയുന്നു. അവിടെ ചെന്നാലും അത് കേൾക്കാം. കുറച്ച് പന്തലിട്ട് പ്രസംഗിക്കുന്ന കേൾക്കാം, മനുഷ്യ നീ പാപം ചെയ്യരുത്. എന്നാൽ പാപം എന്താണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കാൻ ഒരുത്തരും ഈ ലോകത്തിലില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. എന്താണ് കാടി മൂടി കുടിക്കുന്ന പോലെയാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. എന്താ പാപം? എന്താണ് പാപം? പാപം ചെയ്യരുത്, പാപത്തിൽ നിന്ന് തന്നെ വിടുവിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവനും തന്നെ പാപം
ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. പാപം എന്ന് പറയുന്നത് വ്യഭിചാരം എന്നർത്ഥം. പാപത്തിന്റെ പേരാണ് വ്യഭിചാരം. ഒരു ഗ്രന്ഥങ്ങളും അത് സമ്മതിക്കാതിരുന്നിട്ടില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ച് അത് പ്രസംഗിക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നാമും പാപത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ജീവിതമാണ് നടക്കുന്നത്. പ്രിയരെ, എന്താണ് വ്യഭിചാരം? ദൈവം ആദമനെ നിർമ്മിച്ചിട്ട് പറഞ്ഞു ഏകനായിരിക്കുന്നില്ല, അതുകൊണ്ട് ഞാനിവനൊരു ഒരു തുണയെ ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞ് വരുത്തി. ഞാൻ എവിടെ പ്രസംഗിച്ചാൽ ഈ ഭാഗം പറയാതെ പോകാൻ എനിക്ക് കഴിയില്ല. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഗാഢമാം സുഷുപ്തിയിൽ അവനെ ആക്കി. അതിനു മുൻപ് ആദമിന്റെ മനോനില തകർന്നിരുന്നു. അവനെ സംബന്ധിച്ച് തുണയില്ല, ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവവും കണ്ടിട്ട് ഗാഢമാശുദ്ധിയിൽ അവനെയാക്കിയിട്ട് അവന്റെ പാർശ്വത്തിൽ നിന്നൊരു സ്ത്രീ ഭവനാശകൻ വലിച്ചൂരിയെടുത്ത് ആയതുകൊണ്ട് തന്നെ വിശ്വാധിപത്രിയായും വിശ്വമോഹിനിയായും വിശ്വൈക മാതാവുമായുള്ള ഒരു വനിതയെ നിർമ്മിച്ച് പ്രഥമമർത്തിനുടെ മുൻഭാഗത്ത് നിർമ്മലാനന്ദം വരുമാറങ്ങ് നിർത്തിക്കൊടുത്തു. നോക്കണേ, ബൈബിളിലുള്ളതാണ്, ഖുർആനിലുള്ളതാണ്, ഭവിഷ്യ മഹാപുരാണത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പച്ച മലയാളത്തിലാണ് പറയുന്നത്. നിർത്തിക്കൊടുത്തപ്പോൾ ആദം ബോധം കിടക്കുകയാണ്. ഒരു ബോധവും പൊക്കണമില്ലാതെ കിടക്കുന്നു. ദൈവം അവന് അനസ്തീഷ്യ കൊടുത്തിട്ടിരിക്കുക. അതിനിടയ്ക്കാണ് ആഴമായ ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യന്റെ മേൽ ചെലുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവന്റെ വാരിയലിൽ മേൽ പണി നടത്തിയിട്ട് സുന്ദരിയായ ഉണ്ടാക്കി അവന്റെ മുൻപിൽ നിർത്തി കൊടുത്തിട്ട് അവനെ തട്ടി ഉണർത്തി. ആദം, സ്റ്റാൻഡ് അപ്പ് ആൻഡ് സീ യുവർ വൈഫ്. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദമന്ദം തുറന്നേരം ദിവ്യയാ ഒരു നാരീരത്നം തനിക്ക് മുന്നിലായി നിൽക്കുന്നു. വിവാദത്തിൽ കനൽക്ക് നേരായി കിഴക്കുതിച്ച ഭാനുപോലെ. പിന്നെ അവിടെ സൗന്ദര്യോടെ വർണ്ണിക്കുന്നത് കേശഭംഗിയും ദേഹകാന്തിയും മുഖാബ്ജത്തിൽ അശുകൻ പോലെ കളിയാടുന്ന പ്രസാദവും പുഞ്ചിരി കൊണ്ടു തിരിയജ്ഞാതിയും വശപ്പെടും അഞ്ചിതമായ ദന്തമുകുളപ്രഭയതും പാടലാതരം മനോമോഹനം നാസികയും. സ്ത്രീയെ വർണ്ണിച്ചാൽ ഹണിറോസിനെ പോലെ തോന്നും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്തൊരു സൗന്ദര്യം! പിന്നെ ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ സമയമില്ല. ഇവൻ അത് കണ്ടപ്പോൾ തന്നെ പറയുകയാണ്, അപ്പോൾ മനുഷ്യൻ പറയുന്നു, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ആകയാൽ ഞാൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. മനുഷ്യൻ വഞ്ചിക്കപ്പെട്ട നിമിഷങ്ങൾ ഓർത്ത് നമുക്ക് ദുഃഖിക്കാം. ഇവളെ കണ്ട മാത്രയിൽ അവൻ പറയുകയാണ്, ഇതെന്റേതാണ്, എനിക്കിനി അപ്പനെയും വേണ്ട അമ്മയെയും പോലും വേണ്ട. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും മാറുപാടായി തെളിയിക്കൂ. അവളെ പിടിച്ച് സ്ഥലം വിടുകയാണ്. എന്നിട്ട് പ്രിയരെ, പാപത്തിന്റെ വിഷം, കാമത്തിന്റെ വിഷം, വ്യഭിചാരത്തിന്റെ ചേഷ്ടകൾ മനുഷ്യനിൽ പിശാച് കയറ്റിവിട്ട രംഗങ്ങളാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഈ ആദം പറയുകയാണ്, കിടപ്പാൻ എനിക്കൊട്ടും കഴിവില്ല. എഴുന്നേറ്റ് അവളുടെ അടുക്കൽ ഓടി തുടുത്ത ഗാന്ധി ചിഹ്നം അവൾ തന്നെ. ഉടലിന്മേൽ വെടുപ്പായി പ്രേമമാല ചാർത്തണം ആശ്ലേഷത്താൽ. ഈ പ്രേമം എന്ന് പറയുന്ന ചത്ത സ്വഭാവം ഉണ്ടല്ലോ, ആദ്യമായി മനുഷ്യനിൽ ദൈവം ചെലുത്തിയതാണ്. എന്നെ അവളെ എനിക്ക് ഉമ്മ വയ്ക്കണം, പ്രേമമാല ചാർത്തണം ആശ്ലേഷത്താൽ എന്ന് പറഞ്ഞവൻ അങ്കനാമണി നിൽക്കുന്ന പിങ്ങളകാന്തിപൂരം തിങ്ങിനദിക്കിലെത്തി മംഗളക്കബലിൽ ഞാൻ സംഗമ സുഖം തേടി തുങ്കമോദേന പായും കുതിരയെന്ന പോൽ ഭംഗയിൽ അവളി സമാലിന്യ നിർവൃതനായവൻ. ഭംഗവും അല്പമല്ലേ പ്രിയരെ, വായിച്ചു നോക്കൂ. അന്ന് തുടങ്ങി മനുഷ്യന്റെ ജീവിതം തകരുവാൻ. അവൻ പറയുകയാണ്, അപ്പനെയും അമ്മയും വിട്ടു പിരിഞ്ഞിട്ട്
അത് സാത്താന്റെ ഉപദേശം. എന്നാൽ അതോടുകൂടി ലോകം കൂലം കുത്തി വ്യഭിചാര സാഗരത്തിൽ ഒഴുകുവാൻ തുടങ്ങി. ഇന്നു വരെ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെയും അതിൽ നിന്ന് മനുഷ്യന് മോചനം ഉണ്ടായിട്ടില്ല എന്ന് ബൈബിളും അതനുസരിച്ച് ഞാനും നിങ്ങളോട് പറയുകയാണ്. എന്താണ് മനുഷ്യൻ കാണിച്ചത്? ദൈവത്തെ വിട്ട് പിരിയുകയാണ്. അപ്പനെയും അമ്മയെയും പോലും തള്ളിക്കളഞ്ഞു എന്നവിടെ എഴുതിയിരിക്കുന്നു. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ ലോകം ദുഃഖത്തിലും അശാന്തിയിലും അസ്വസ്ഥതയിലും രക്തച്ചൊരിച്ചിലും രോഗത്തിലും ദുരിതത്തിലും കഷ്ടതയിലും പട്ടിണിയിലും ആയിപ്പോയതിന്റെ കാര്യം അതാണ്, വേറെ മറ്റൊന്നുമല്ല എന്ന് ബൈബിൾ പറയും. പ്രിയരെ, യേശു ഈ ലോകത്തിൽ വരുന്നത് വരെ ഇതിനൊരു തടയിടുവാൻ ആരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഇവിടെ അവതാര പുരുഷന്മാരുണ്ടായിട്ടുണ്ട്, ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിട്ടുണ്ട്, അവർ ധാരാളം ഗുണദോഷങ്ങൾ തന്നിട്ടുണ്ട്. പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. യേശു വരുന്നത് വരെ അതിനൊരു മരുന്നില്ല. അന്നത്തെ പ്രവാചകന്മാർ സ്ത്രീയുടെ കണ്ണുനീർ കണ്ടു തോന്നിയ പോലെ സ്ത്രീകളെ വേൽക്കുകയും അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യവർഗത്തിന്റെ ഭ്രാന്തിന് നേരെ ദൈവം ഇടപെട്ടു. പ്രവാചകനായ മലാഖിയോട് പറഞ്ഞു, അവരുടെ യാഗങ്ങളും അവരുടെ നേർച്ച കാഴ്ചകളും എടുത്തു ദൂരേക്കണം. എന്റെ യാഗപീഠത്തെ അവർ സ്ത്രീകളുടെ കണ്ണുനീര് കൊണ്ട് കുതിർത്തു കളഞ്ഞിരിക്കുന്നു. പ്രിയരെ, ചിന്തിക്കണം. അവരെ അവർ ഉപേക്ഷിക്കുന്നു, യൗവനത്തിലെ ഭാര്യയെ അവർ ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് അവരുടെ യാഗവസ്തുക്കൾ എനിക്ക് വേണ്ടേ അതെടുത്ത് ദൂരേക്കണം. കണ്ണുനീര് കൊണ്ട് കുതിർന്നു. സ്ത്രീകളുടെ കണ്ണുനീരാണ് അന്നും ഇന്നും. പ്രിയരെ, ഇതൊക്കെ പഠിച്ച മഹാകവികൾ ഇവിടെയുണ്ട്. കണ്ണുനീരാണ് സ്ത്രീക്കെപ്പോഴും. മഹാപണ്ഡിതന്മാരും മഹാകവികളും ജ്ഞാനികളും ഇവരെ കണ്ണുനീരിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഹോദരിമാരെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു ലോകമാണിത്. വയലാർ പണ്ട് എഴുതിയല്ലോ, കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം, അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ ഷേക്സ്പിയറോ അഭിനന്ദനം. എന്താ അങ്ങനെ എഴുതിയത് മഹാകവി? സ്ത്രീകൾ കുടിച്ചു തീർക്കുന്ന കണ്ണീര് ദൈവം മാത്രമല്ല എല്ലാ ജ്ഞാനികളും കണ്ടു. പാപത്തിന്റെ കണ്ണുനീരാണ്. അന്നും എന്നും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കമ്മീഷൻ പലതും വന്നു. എത്ര പേരുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്? നിങ്ങളൊന്ന് ചിന്തിച്ച്. മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത് കമ്മീഷൻ വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഉൽപ്പത്തി പുസ്തകം 2:23 മുതൽ വായിച്ചാൽ മതി. ഹേമ കമ്മീഷന്റെ ഒന്നും കാര്യമില്ല. അന്നും ഇന്നും മനുഷ്യൻ ഈ നരകത്തിൽപ്പെട്ട്, നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ ഈ വെളിപ്പാട് ദൈവം എനിക്ക് തരുന്നിടത്തോളം തന്നതുവരെയും ഞാൻ ഈ പാപത്തിനടിമയായിരുന്നു. ഇതൊന്നും തമാശ പറയാൻ സമയം കണ്ടെത്തി ഇവിടെ ഒന്ന് നിൽക്കുകയല്ല. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. അതിന് എന്ത് ചെയ്യണമെന്ന് ലോകത്തിൽ ഒരു പഠിപ്പീരുമായി വന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു മാത്രമാണ്. യേശു യെരൂശലേമിൽ വെച്ച് ഗർജിച്ചു, ഒരുത്തന് ഒരു ഭാര്യയും ഒരു ഭർത്താവും മതി. ഇതാണ് വിവാദത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന അടിസ്ഥാനം. എന്നാൽ ഇന്ന് നിങ്ങളൊന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ദൈവത്തെ ഉപേക്ഷിച്ചു പോയി, പാപം ചെയ്തു. അടുത്ത അധ്യായങ്ങളിൽ വരുമ്പോൾ ദൈവം ഈ ആദമിനെയും ഹവ്വയെയും തമ്മിൽ വേർതിരിക്കുകയായിരുന്നു. അതിനു മുൻപ് തന്നെ അറിയാം. എന്നാൽ ഇന്ന് നമ്മളെല്ലാം പറയുന്നത് ദൈവം ആദമിനെയും ഹവ്വയെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന്.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസംഗകൻ പ്രസംഗിക്കുന്നത് കേട്ടു. ആദമിനെ ഹവ്വയും തമ്മിൽ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ വിവാഹത്തിൽ ഒന്നിപ്പിച്ചുവെന്ന്. നാണമില്ലേ? ഇത് കേൾക്കുന്ന ദൈവം സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നു. കർത്താവ് അവനെ പരിഹസിക്കുന്നു. എന്നാൽ യേശു ഇവിടെ വന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും അപ്പനെയും അമ്മയെയും വിട്ടു പിരിയരുത്. മർക്കോസിന്റെ സുവിശേഷം 10:7 വായിച്ചാൽ കാണാം, അപ്പനെയും അമ്മയെയും വിട്ട് പറ്റിച്ചേർന്നോളൂ. വിട്ടു പിരിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആളുകൾ പറയുന്നത് വിട്ടുപിരിയണം. സൗകര്യം പോലെ പാപം ചെയ്ത് ജീവിപ്പാൻ, പാപത്തിന്മേൽ ഊഞ്ഞാലാടുവാൻ ജനത്തെ പ്രേരിപ്പിക്കുന്ന തുമ്പുകെട്ട ഇടയന്മാരെ, ജീവിതം പരിശുദ്ധമാകണമെങ്കിൽ ദാമ്പത്യ ബന്ധം, കുടുംബ ജീവിതം സംശുദ്ധമായിരിക്കണം. ഞാനൊരു വ്യഭിചാരിയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ വിഷയം പ്രസംഗിച്ചാൽ ദൈവം എന്റെ മേൽ ഇടിവെട്ടിക്കും. ദൈവത്തെ ഭയമില്ലാത്തൊരു ലോകം, അതിനു പറ്റിയ നെറ്റ്വർക്കുകൾ, ഗൂഗിൾ സന്ദേശങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വിട്ടുപോയി കേട്ടോ. നമ്മുടെ ഓമന കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കും. അത് കർത്താവായ യേശു പഠിപ്പിച്ചതാണ്. അവർക്ക് വേണ്ടി രാവിലെയും വൈകിട്ടും മുട്ടുമേലിരുന്ന് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കാം. Prayer is the power which moves the hands that moves the world. അതുകൊണ്ട് പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബൈബിളിൽ യേശു പറഞ്ഞു. ആദമേ, പാപമിടാ, നിന്റെ അടുത്ത് കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീ അതിനെ ജയിക്കണം. അന്നു മുതൽ ഇന്നുവരെയും പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കൂപ്പുകുത്തി മുങ്ങാൻകുഴിയിടുന്ന, നീർക്കാൻകുഴിയിടുന്ന മനുഷ്യരെ രക്ഷിപ്പാൻ, ഇതിന് പരിഹാരമായി ദൈവത്തിനൊരു യാഗമായി തീർന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നില്ല എന്നുവെങ്കിൽ പ്രിയരേ, നമ്മുടെ ജീവിതമെല്ലാം കട്ടപ്പുകയാവുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ വന്ന യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങളുടെ കുടുംബ സംവിധാനം, ഭാര്യാഭർത്തൃ ബന്ധം, പുത്ര മാതാപിതാ ബന്ധം, ഇതൊക്കെയും ഐശ്വര്യപൂർണമായി തീരും. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവല്ലേ? ഞാനൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല പ്രിയരെ. നമ്മുടെ കുടുംബ ജീവിതം സംശുദ്ധമായി പാപരഹിതമായി തീരണമെങ്കിൽ 127 128 സങ്കീർത്തനം വീട്ടിൽ പോയി വായിച്ചു പഠിച്ചാൽ മതി. യഹോവഭക്തനായ ഒരു പുരുഷന്റെ സന്താനങ്ങൾ. അപ്പോൾ തന്നെ യഹോവപട്ടണം കാക്കാത്ത, കാവൽക്കാരനില്ലാത്ത ഒരു കുടുംബത്തിലുണ്ടാകുന്ന സന്താനങ്ങളെ കുറിച്ച് എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. കാരണം ദൈവമില്ലാത്ത വീട്ടിൽ പിറക്കുന്ന കുഞ്ഞുങ്ങള് വീരന്റെ കയ്യിലെ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ പോലെയാണ്. അവരാരെ മുറിവേൽപ്പിക്കും. ഏത് കഞ്ചാവും ശരസും LSDയും MMA എല്ലാം അടിക്കും, എല്ലാം എടുക്കും അവരെ. എന്നിട്ട് വീട്ടിൽ വന്ന് ബോധമില്ലാതെ കിടന്ന് പാവപ്പെട്ട വിറ്റ് തുളച്ചെല്ലാം അവന് വേണ്ടി ചെലവാക്കിയ മാതാവിന്റെയും പിതാവിന്റെയും നെഞ്ചത്ത് കത്തി കുത്തുന്ന, കയറ്റി ഇറക്കുന്ന മനുഷ്യ, നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കൂ. നേരെ മറിച്ച് 128 സങ്കീർത്തനത്തിൽ ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവ പട്ടണം കാക്കുന്ന കുടുംബം, അവരുടെ സന്താനങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെല്ലാം ഒലിവ് തൈകൾ പോലെ ഇരിക്കണം പ്രിയരെ. അതിനെന്ത് ചെയ്യണം? ഒരു കുറുക്ക് വഴിയില്ല, ഒരു ട്യൂഷനും കൊടുക്കണ്ട, ഒരു ഓർമ്മശക്തിക്ക് വേണ്ടി ഒരു മരുന്നും കൊടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും പ്രിയരെ. ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായതെല്ലാം പിഴച്ചു പോയെങ്കിൽ അവിടെയും മരുന്നുണ്ട്. മുട്ടുകുത്തി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഇത് ഞാൻ പ്രായോഗിക വശം പറയുകയാണ് പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. വേദപുസ്തകം പോലെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുന്ന മരുന്നുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥം ഇല്ല.
അധികമായാൽ അമൃതും വൃക്ഷമല്ലേ. ഞാനിവിടെ പ്രസംഗം നിർത്തുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം ആദ്യം ശരിയാകണം. നല്ല സഭയുണ്ടെങ്കിൽ നമുക്ക് രക്ഷയൊന്നും പെടാൻ ഒക്കത്തില്ല. നല്ല പോപ്പോ നല്ല കുർബാനയോ കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ യേശുവുമായ ഒരു ബന്ധം വേണം. അതുകൊണ്ട് ഫസ്റ്റായിട്ട് നമ്മുടെ ഭാര്യയും ഭർത്താവും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു മനോഹരമായ ബന്ധം, പ്രാർത്ഥനാ ബന്ധം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു കുടുംബമായിരുന്നു കേരളത്തിലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും വെട്ടും കുത്തും, അയ്യോ കർമാണി മനോജ് കൊടിസുനി അർജുനായെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ പേര് കേട്ടിട്ടില്ലേ? നിങ്ങളെന്താ എന്നെ കേട്ടിട്ട് ഒന്നും മനസ്സിലാകാത്ത രീതി അഭിനയിക്കുന്നത്? അനീഷ് കാവാലൻ ചോദിക്കുന്നത് പോലെ എന്നെ പൊട്ടനാണ്. അർജുനായെങ്കിൽ അറിയില്ലേ, കൊടിസുനിയെ അറിയില്ലേ? അവരും മാതാപിതാക്കളുടെ കണ്ണുനീര് ചുരത്തുന്നവരല്ലേ? ഇതിൽ നിന്നെല്ലാം മാറ്റപ്പെട്ട് നല്ലൊരു ക്രിസ്തീയ കുടുംബം യേശുവിനെ രക്ഷകനും നാഥകനുമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതുവരെയും സഹിച്ച കേൾവിക്കാരെ നിങ്ങൾക്ക് നന്ദി, വന്ദനം. നിങ്ങളെല്ലാവരും കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, മനുഷ്യന്റെ പാപത്തെ കുറിച്ച് സംസാരിച്ചു. അതിനുള്ള പരിഹാരമായി യേശു ഈ ലോകത്തിൽ വന്നിട്ട് ഒരുത്തിനൊരു ഭാര്യയും ഒരുത്തിക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് സംശുദ്ധ കുടുംബജീവിതത്തിന്റെയും വിശുദ്ധിയുടെയും പ്രമാണം മനുഷ്യന് നൽകിയിരിക്കുന്നു. ഇതിനെ മാറുപാടായി ചലിക്കുവാൻ ദൈവം മനുഷ്യനെ അനുവദിക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലോകത്തിലെ എല്ലാ സമ്പത്തുകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബജീവിതം ശിഥിലമായി പോയാൽ നരകം ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഇത് താൽക്കാലികമായൊരു ജീവിതം, 70 80, എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിത്യരാജ്യത്തിലേക്ക് ഞങ്ങൾ കേട്ടതുപോലെ വരണം. ഞങ്ങൾക്ക് വേണ്ടി ഒരു നിത്യ ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് കട്ടായമാണ്. അവിടെ സ്വസ്ഥതയും സമാധാനവും ദൈവത്തോട് ചേർന്നുള്ള ഐശ്വര്യപൂർണമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ഭാഗ്യം തരണമേ. ബുദ്ധിയുള്ള എല്ലാവരും ഇത് ഗ്രഹിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം സംസാരിപ്പാൻ എനിക്ക് ഭാഗ്യം തന്നെ സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ വിട പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.